പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ദിവസങ്ങളിലൂടെ നാം പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. യേശുവിൻ്റെ കുരിശിനെക്കുറിച്ച് ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും നമുക്ക് ലഭിക്കുന്ന ഓരോ അവസരങ്ങളും നമ്മുടെ പ്രത്യാശയും ധൈര്യവും ഉറപ്പാക്കുന്നുവെന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ വചനം നമുക്ക് ആശ്വാസത്തോടെ ഓർക്കാം. യഥാർത്ഥത്തിൽ ആത്മീയത ഇന്ന് മനുഷ്യർ തേടുന്നത് കുരിശിനെ സ്വീകരിക്കുവാനാണോ അതോ കുരിശിൽ നിന്ന് ഓടിയൊലിക്കുവാനാണോ? ദൈവപുത്രൻ മനുഷ്യപുത്രനായി ഭൂമിയിലേക്ക് വന്നത് കുരിശുകളിൽ നിന്നും ഓടിയൊളിക്കാനാണോ കുരിശിനെ സ്വീകരിക്കുവാനാണോ? യേശു തന്നെ പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം മാത്രം നിറവേറട്ടെ. ഈ മണിക്കൂറുകളിലേക്കാണല്ലോ പിതാവേ താൻ കടന്നു വന്നത് എന്ന് പോലും കുരിശിനെ സംബന്ധിച്ച് യേശു പിതാവിൻ്റെ സന്നിധിയിൽ അറിയിക്കുന്നത് ഇങ്ങനെയാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 30-ാം തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്: നിന്നെ തന്നെ രക്ഷിക്കുക, കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. 32-ാം തിരുവചനം പറയുന്നു, ഞങ്ങൾ കണ്ട് വിശ്വസിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിൻ്റെ രാജാവായ ക്രിസ്തു ഇപ്പോൾ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ. സത്യത്തിൽ സ്നേഹമുള്ളവരെ, സുവിശേഷം ഇന്ന് ആകർഷിക്കപ്പെടുന്നത് കുരിശുകൊണ്ടാണോ കുരിശിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണോ? ധ്യാന ശുശ്രൂഷകളിലൂടെ രോഗശാന്തി, വിവാഹം, പഠനം, ഉയർച്ച, ജോലി, മക്കളെ ലഭിച്ചു, ഇതിൻ്റെ എല്ലാം അളവും അതിൻ്റെ എല്ലാം ആഴവും വ്യാപ്തിയും പരസ്യവും നോക്കിക്കൊണ്ടാണ് ഇന്ന് നമ്മുടെയൊക്കെ പല ശുശ്രൂഷകളും മുന്നോട്ട് പോകുന്നത്. ഇതുതന്നെയാണ് കുരിശിൽ കിടന്നവനോട് ആ സമൂഹം ചോദിച്ചത്. നീ യഥാർത്ഥത്തിൽ ദൈവമാണെങ്കിൽ നീ ഇറങ്ങി വാ. കുരിശിൽ നിന്നും മോചനം നേടി ഇറങ്ങി വരുന്നവനല്ല ദൈവമെന്ന് പഠിപ്പിക്കുന്ന വലിയ സന്ദേശമാണ് അവൻ കുരിശിൽ കിടന്നുകൊണ്ട് ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തത്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ദൈവത്തെ തേടുന്നത് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മാർഗമാണ്, രക്ഷപ്പെടാനല്ല, സമർപ്പണത്തിനാണ് വന്നിരിക്കുന്നതെന്ന യാഥാർത്ഥ്യമാണ് ഹാശാനുഭവ ആഴ്ചയിൽ, പീഡാനുഭവ ആഴ്ചയിൽ സഭ ശുശ്രൂഷയിലൂടെ, പാട്ടുകളിലൂടെ, പ്രാർത്ഥനയിലൂടെ, നമസ്കാരത്തിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ച്, അതും ക്രൂശിക്കപ്പെട്ടവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ജ്ഞാനം അത് വാക്കുകൾ കൊണ്ട് പറയാവുന്നതല്ല, പകരം കുരിശിൻ്റെ വെളിപ്പെടുത്തലുകളാണ്. അപ്പോൾ സത്യത്തിൽ ഇന്നത്തെ ആധ്യാത്മിക ജീവിതം നയിക്കുന്ന, അതിലവകാശപ്പെടുന്ന, അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്ന, അതിനെ ബഹുമാനിക്കുന്ന സമൂഹത്തിൽ നാം ഇന്ന് കുരിശിലേക്ക് അടുക്കുകയാണോ ചെയ്യുന്നത്? കുരിശുമായി ഓടി രക്ഷപ്പെടുകയാണോ ചെയ്യുന്നത്? ഫലിത രൂപത്തിൽ സുവിശേഷം അറിയിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞതാണ്, പീഡാനുഭവ ആഴ്ചയിൽ ഒരു ദേവാലയത്തിൽ ചെന്നപ്പോൾ വികാരിയച്ഛൻ പറഞ്ഞു പോലും, കുരിശിൻ്റെ വഴി നടത്താൻ ഓരോരുത്തരും ഓരോ കുരിശുമായി അവനവന് പറ്റുന്ന രീതിയിൽ വരിക. സമ്പന്നരും ദരിദ്രരും അവനവന് പറ്റുന്ന രീതിയിൽ കുരിശുമായി വന്നപ്പോൾ ഒരു പാവപ്പെട്ട ചേട്ടൻ കുരിശുമായിട്ടല്ല വന്നത്, പകരം തൻ്റെ ഭാര്യയുമായിട്ടാണ്. അച്ഛൻ ചോദിച്ചു, കുരിശ് എന്തിയെന്ന് ചോദിച്ചപ്പോൾ, ഈ നിൽക്കുന്നതാണ് കുരിശെന്ന് ആ പാവപ്പെട്ട മനുഷ്യൻ അച്ഛനെ അറിയിച്ചു. നമ്മളൊക്കെ ഇന്ന് കുരിശ് കാണുന്നത് സത്യത്തിൽ കൂടെയുള്ളവരെയാണ് കുരിശുകളായി കാണുന്നത്. പീഡാനുഭവ ആഴ്ചയിൽ വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന പലപ്പോഴും നമുക്ക് സഭയിൽ നടത്തുന്നില്ല. സ്നേഹമുള്ളവരെ, സത്യത്തിൽ കുരിശിക്കപ്പെടുന്നവൻ്റെ ചുവട്ടിൽ മധ്യസ്ഥന്മാരും വിശുദ്ധന്മാരും പരിശുദ്ധ അമ്മയൊക്കെ ഉണ്ട്. കുരിശിൽ നിൽക്കുന്നവനെ ആശ്വസിപ്പിക്കാനാണ് സത്യത്തിൽ അവരെല്ലാം കൂടെ നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം കുരിശിൻ്റെ വഴിയായതുകൊണ്ട് ഈ പീഡാനുഭവ ആഴ്ചകൾ അവൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ബലവും ശക്തിയുമാണ്. എന്താണ് കുരിശ്? മനുഷ്യൻ്റെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, അതിന് നെടുകയും കുറുകയും വരുന്ന വീഴുന്ന ചില വരകളാണ് കുരിശെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ദൈവഹിതം തിരിച്ചറിയാൻ പറ്റുന്നത് കുരിശിൻ്റെ വഴിയിലൂടെയാണ്. അതുകൊണ്ടാണല്ലോ യേശു പറഞ്ഞത്,
ആരെങ്കിലും എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ ത്യജിച്ച് തൻ്റെ കുരിശെടുത്ത് പിന്നാലെ വരട്ടെ. ശിഷ്യത്വത്തിൻ്റെ വിലയെക്കുറിച്ച് ലൂക്കോസിന് സുവിശേഷം 14-ാം അധ്യായം 27-ാം തിരുവചനം യേശു പഠിപ്പിച്ചത് അങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷം 16-24 ഇതുതന്നെയാണ് പറഞ്ഞത്. ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുന്നുവെങ്കിൽ കുരിശെടുത്ത് വരട്ടെ. അതുകൊണ്ടാണല്ലോ ക്രിസ്ത്യാനിയുടെ അടയാളം കുരിശ് തന്നെ ആയത്. എങ്കിൽ സഹോദരങ്ങളെ, നാം കാണുന്ന ഈ മരക്കുരിശ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ജീവിത സാക്ഷ്യമാണ് കുരിശിൻ്റെ ജീവിതം എന്ന് തന്നെ പറയുന്നത്. മനുഷ്യന് കുരിശ് കിട്ടുന്നത് പല തരത്തിലാണ്. ഒന്ന്, പ്രധാനമായും അവനവൻ്റെ ജീവിതത്തിൻ്റെ വൈകല്യങ്ങൾ കൊണ്ട്, കുറവ് കൊണ്ട് അവനവന് കുരിശുകൾ വരാം. ഇപ്പോൾ ഒരു രോഗം അവന് സംഭവിച്ചത് അവൻ്റെ ജീവിതത്തിലൊരു കുരിശാകാം. മദ്യം കഴിച്ചോ, പുക വലിച്ചോ, ക്യാൻസറിന് അടിമപ്പെട്ടു പോയ വ്യക്തിയുടെ ജീവിത തകർച്ച അതൊരു കുരിശായി കണ്ടാൽ ആ കുരിശിന് ഉത്തരവാദി ആ മനുഷ്യൻ തന്നെയാണ്. മറ്റൊരു വ്യക്തിയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികൾ, സഹനങ്ങൾ, കുരിശുകൾ ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൻ്റെ വൈകല്യങ്ങൾ കൊണ്ട് സംഭവിക്കാം. അനുഭവക്കുറവ് കൊണ്ടോ, ജ്ഞാനക്കുറവ് കൊണ്ടോ, ഭോഷത്വം കൊണ്ടോ, പാവങ്ങൾ കൊണ്ടോ പലതരത്തിലും നമുക്ക് സ്വയം കുരിശുകൾ വരുത്തി വെക്കാവുന്നതാണ്, വരാവുന്നതാണ്. മറ്റൊന്ന്, നമ്മൾ പോലും അറിയാതെ മറ്റുള്ളവരുടെ കൈവശം നമുക്ക് കുരിശുകൾ ലഭിക്കാം. ഒരുപക്ഷെ ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു രോഗിയെ ഓപ്പറേഷന് വിധേയമാക്കി. അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. ആ രോഗിക്കൊരു മാരകമായൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ, തളർന്നു പോയൊരവസ്ഥ വന്നാൽ സത്യത്തിൽ ആ രോഗിയൊന്നും ചെയ്തതല്ല, പകരം ആ ഡോക്ടറുടെ കൈമോശം കൊണ്ട് വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായും കുരിശുകളുണ്ടാകാം. അപ്പൻ മദ്യപിരിച്ച് നടക്കുകയാണ്, അതല്ലെങ്കിൽ വഴിവിട്ട ജീവിതമാണ്, മക്കൾക്ക് നന്നായി പഠിക്കാൻ പറ്റിയില്ല, വിദ്യാഭ്യാസ മേഖല തകർന്നുപോയി, അഭിമാനത്തിന് വീഴ്ച വന്നുപോയി. അത് ആ മക്കളുടെ കുരിശല്ലാതെ ആ മാതാപിതാക്കൾ വഴി ആ കുഞ്ഞുങ്ങൾ അനുഭവിച്ചതാണ്. അപ്പോൾ കുരിശ് രണ്ട് തരമാണ്. ഒന്ന് അവനവൻ്റെ ജീവിതം കൊണ്ട് സ്വന്തമാക്കാം, ഒന്ന് മറ്റുള്ളവർ നൽകുന്നതാണ്. സ്നേഹമുള്ളവർ, ഇതിൽ നിന്ന് ഒരിക്കലും ഓടിയകലാൻ നമ്മളെക്കൊണ്ട് പറ്റുകയില്ല. ഈ ഓട്ടത്തിന് പറയുന്ന പേരല്ല ആത്മീയത. ഈ കുരിശുകൾ നേരിടേണ്ട മനോഭാവം കാണിച്ചു കൊടുക്കലാണ് സുവിശേഷം. സത്യത്തിൽ സുവിശേഷം എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം കുരിശിനെ എങ്ങനെ നേരിടാം, കുരിശിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം, കുരിശ് എങ്ങനെ നമുക്ക് വിജയമാക്കാം. ഇത് പ്രാക്ടിക്കലായി കാണിച്ചു തന്നാണ് ക്രിസ്തുവിൻ്റെ ജീവിതം. ഇതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അതല്ലാതെ നേടാനുള്ള വഴിയല്ല സുവിശേഷം. അങ്ങനെയെങ്കിൽ യേശു ഈ കുരിശുകൾ എങ്ങനെയാണ് സ്വീകരിച്ചത്? യേശുവിന് കുരിശ് കിട്ടി. ഇന്ന് പലപ്പോഴും പലരും ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്: എൻ്റെ ജീവിതത്തിൽ തകർച്ചയ്ക്ക് ഞാൻ എന്ത് ചെയ്തു? ഏത് പാപമാണ്, ഏത് ശാപമാണ്, ഏത് ബന്ധനമാണ് ഞാൻ ഇങ്ങനെയായി തീർന്നത്? ഒരുപക്ഷെ യോഹന്നാൻ 9-ാം അധ്യായം 1-ൽ അന്ധനായ മനുഷ്യനെ കണ്ടു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിച്ച ചോദ്യം ഇതാണ്: ഗുരു, ഇവൻ അന്ധനായി തീർന്നതിൻ്റെ കാരണം ഇവൻ്റെ പാപമോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപമോ? ഈ കുരിശിൻ്റെ കാരണം ആരെന്ന ചോദ്യത്തിന് യേശു കൊടുത്ത മറുപടി ഇതാണ്: ഇത് പാപത്തിൻ്റെയോ ശാപത്തിൻ്റെയോ പ്രതിഫലമല്ല, പകരം ദൈവനാമം മഹത്വപ്പെടാനുള്ളതാണ്. കുരിശ് ദൈവനാമം മഹത്വപ്പെടാനുള്ള ഭാഗമാണെന്ന് നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തി തരുന്നൊരു ഭാഗമാണിത്. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ധ്യാനിക്കാം, യേശു എന്ത് പാപം ചെയ്തിട്ടാണ് ഈ അടികൾ കൊണ്ടത്? അവൻ്റെ മുഖത്ത് അടി കൊള്ളാൻ, തുപ്പലേൽക്കാൻ, വേദനയേൽക്കാൻ ഒക്കെ കാരണം ഏത് പാപത്തിൻ്റെ അടിസ്ഥാനമാണ്? ദൈവപുത്രത്തിൻ്റെ പാപത്തിൻ്റെ അടിസ്ഥാനമാണോ? ഒരിക്കലുമല്ല. ഇത് മറ്റുള്ളവരുടെ സമ്മാനമാണ്. മറ്റുള്ളവൻ്റെ കുരിശ് യേശു സ്വീകരിച്ചു. ഇനി കുരിശിനോടുള്ള മനോഭാവമാണ് അത് രക്ഷയിലേക്ക് നയിച്ചത്. യേശുവിന് കൊടുത്ത ഒരു കുരിശ് പോലും യേശു അത് സ്വന്തമായി മനുഷ്യൻ നല്ല സ്വീകരിച്ചത്, പകരം പിതാവിൻ്റെ കരങ്ങളിൽ നിന്നാണ് സ്വീകരിച്ചത്. വേദനിപ്പിക്കുന്നതും ദുഃഖിപ്പിക്കുന്നതും കുരിശുകളൊക്കെ നൽകുമ്പോഴും പിതാവിനോട് പറഞ്ഞ വചനം ഇതാണ്: പിതാവേ, ഇവർക്കറിവില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഞാൻ ദൈവമാണെന്നും ഞാൻ അങ്ങിൽ നിന്നാണ് വരുന്നതെന്നും ഇവരറിഞ്ഞിരുന്നെങ്കിൽ ഇവരൊരിക്കലും നമ്മളെ കുറ്റപ്പെടുത്തില്ല, ഇവരൊരിക്കലും അപമാനിക്കില്ല, ഇവരൊരിക്കലും നമ്മളെ ദുഃഖിപ്പിക്കില്ല. അപ്പോൾ സ്നേഹമുള്ളവരെ, യേശു തൻ്റെ കുരിശ് സ്വീകരിച്ചത് അവൻ്റെ ജീവിതത്തിൽ അവൻ മനുഷ്യനിൽ നിന്നല്ല,
പകരം ദൈവം നൽകിയ, ദൈവം അനുവദിച്ച സ്നേഹ സമ്മാനമായിട്ടാണ് അവൻ കരുതിയത്. അതുകൊണ്ട് തന്നെയാണ് ഹെബ്രായ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, അവൻ കുരിശ് സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്, ഭാരത്തോടെയല്ല. ഇന്ന് നമ്മൾ പലപ്പോഴും ഞാൻ ഒത്തിരി കാലമായി സഹിക്കുന്നു, എൻ്റെ ഭർത്താവിനെ സഹിക്കുന്നു, എൻ്റെ മക്കളെ സഹിക്കുന്നു, എൻ്റെ ചുറ്റുപാടുകളെ സഹിക്കുന്നു, ഞാൻ ഈ കുടുംബത്തെ സഹിക്കുന്നു എന്നൊക്കെ പറയുന്നത്, സ്നേഹമുള്ളവരെ, നമ്മൾ ദൈവകരങ്ങളിൽ നിന്നാണ് സ്വീകരിക്കുന്നതെങ്കിൽ നമുക്കത് സഹനമല്ല, സമ്മാനമാണ്. ഞാൻ സഹിക്കുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഞാൻ ദൈവകരങ്ങളിൽ നിന്നല്ല, മനുഷ്യനിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരെന്നെ പരിഗണിക്കുന്നില്ല, അവരെന്നെ സ്നേഹിക്കുന്നില്ല, അവരെന്നെ മനസ്സിലാക്കുന്നില്ല എന്നൊരു വേദന വരുമ്പോൾ അതിൽ നമ്മൾ അസ്വസ്ഥപ്പെടുകയും ഞാൻ സഹിച്ചു എന്ന് പരാതിപ്പെടുകയും ചെയ്യുന്നത്. യേശു ഒരിക്കലും മനുഷ്യനോട് സഹനത്തിൻ്റെ കാര്യത്തിൽ പരാതികൾ പറഞ്ഞില്ല. മാത്രമല്ല, സഹനത്തിനെതിരെ നിൽക്കുന്നവരോട് യേശു എടുത്ത നിലപാട് സുവിശേഷത്തിൽ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 16 തൊട്ടുള്ള വചനത്തിൽ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്. യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വെളിപ്പെട്ട് കിട്ടിയ ആ വലിയ രഹസ്യം മനസ്സിലാക്കിയ പത്രോസിനോടാണ് യേശു ആദ്യമായി കുരിശിൻ്റെ വഴി പറഞ്ഞു കൊടുക്കുന്നത്. താൻ ജെറുസലേമിലേക്ക് പോകും, കുരിശിൻ്റെ വഴി പോകേണ്ടി വരും. ഇത് കേട്ടപ്പോൾ അസ്വസ്ഥനായ പത്രോസ് പറഞ്ഞു, കർത്താവേ, ഇത് ഒരിക്കലും നിനക്ക് സംഭവിക്കില്ലേ? അപ്പോൾ യേശു കുരിശിനെതിരെ സംസാരിച്ച പത്രോസിനോട് പറഞ്ഞു, സാത്താനെ, എന്നെ ദൂരെ പോവുക, നിൻ്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചത് കൊണ്ട് മാത്രമാണ് യേശുവിൻ്റെ കുരിശ് ഇന്നും കുരിശിൻ്റെ മഹത്വമായി, രക്ഷയുടെ മഹത്വമായി നിലനിൽക്കാനുള്ള കാരണം. സത്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ വിശുദ്ധിയിലേക്കും വിശുദ്ധരൊക്കെ ആകാനുള്ള വിളി നമുക്ക് ധാരാളമുണ്ട്. സഹനങ്ങളുണ്ട്, വേദനകളുണ്ട്, കണ്ണുനീരുകളുണ്ട്. ചില മനുഷ്യർ പറയുന്നുണ്ടല്ലോ, ജന്മം തൊട്ടേ എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, വളർച്ചയിലും വിദ്യാഭ്യാസത്തിലും ഇങ്ങനെയാണ്, വിവാഹശേഷമെങ്കിലും ഒരു ആശ്വാസം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, ഇതാ മക്കളായി, എനിക്കിന്ന് വരെ ഒരു സന്തോഷം കിട്ടിയിട്ടില്ല, സമാധാനം കിട്ടിയിട്ടില്ല. സത്യത്തിൽ നിനക്കൊരു വിശുദ്ധനാകാൻ, വിശുദ്ധയാകാൻ നിൻ്റെ അത്രയും യോഗ്യത ഭൂമിയിൽ വേറെ ആർക്കാണുള്ളത്? പക്ഷെ നീ വിശുദ്ധയാകുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ഈ കുരിശുകൾ തന്നവരെ നോക്കി കുരിശിലേക്കാണ് നീ നോക്കിയിരിക്കുന്നത്. സത്യത്തിൽ തന്നവരിലേക്ക് നോക്കാതെ, കുരിശ് ഏൽപ്പിച്ചവരിലേക്ക് നോക്കാതെ, ഇത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നോക്കി അവനിലേക്ക് നോക്കിക്കൊണ്ട് കുരിശ് സ്വീകരിച്ച യേശുവിനെ പോലെ ആയിത്തീർന്നാൽ നമ്മൾക്കും വിശുദ്ധരാകാൻ സാധിക്കുമെന്ന് കർത്താവ് നമ്മളെ കുരിശിൻ്റെ വഴിയിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇതാ കുരിശിന് 2 വഴികളാണുള്ളത്. ഒന്ന് അവനവൻ്റെ പാപത്തിൻ്റെ അനന്തരഫലമാകാം, മറ്റൊന്ന് മറ്റുള്ളവരുടെ പാപത്തിൻ്റെ അനന്തരഫലമാകാം. ഏതായാലും ഈ അനന്തരഫലം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നവന് രക്ഷയുടെ പ്രത്യാശയായിട്ട് മാറുന്നു. ഇതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ സുവിശേഷത്തിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട്, കുരിശിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നു. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 17-ാം തിരുവചനം, എന്തെന്നാൽ ക്രിസ്തു എന്നെ അയച്ചത് സ്നാനം നൽകുവാനല്ല, സുവിശേഷം പ്രസംഗിക്കാനാണ്. എന്നാൽ വാഗ്വിലാസത്തോടെ അല്ല, ആയിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ കുരിശ് വ്യർത്ഥമാകുമായിരുന്നു. സ്നേഹമുള്ളവരെ, കുരിശിൻ്റെ ജീവിതത്തെ മറച്ചു വെച്ചുകൊണ്ട് കുരിശിൻ്റെ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന വാക്കുകളല്ല സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം കുരിശിനെക്കുറിച്ചുള്ള പ്രസംഗവും കുരിശിൻ്റെ ജീവിതത്തിലുള്ള ആത്മാർത്ഥമായ സമർപ്പണവുമാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 1:18 പറയുന്നു, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. കുരിശ്, സഹനങ്ങൾ ചിലർക്ക് ഭോഷത്വമാണ്, ചിലർക്കത് മഹത്വമാണ്. അപ്പോസ്തലന്മാരെ പീഡിപ്പിക്കാൻ വേണ്ടി അധികാരികൾ യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞ് ശിക്ഷിച്ചപ്പോൾ അപ്പോസ്തലന്മാർ അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, യേശുവിൻ്റെ നാമത്തെ പ്രതി അവർക്ക് ഉണ്ടായ സഹനം, അതിലവർ യോഗ്യതയോടുകൂടി യേശുവിൻ്റെ നാമത്തെ പ്രതി സഹിക്കാൻ കിട്ടിയതൊരു അവാർഡായി, ഒരു റിവാർഡായിട്ട് അവർ സ്വീകരിച്ചു. അങ്ങനെയെങ്കിൽ ഓരോ ക്രിസ്ത്യാനിക്കും അനുദിനം ലഭിക്കുന്ന കുരിശുകൾ ഞാൻ ക്രിസ്തുവിൻ്റെ പാതയിലാണ്, ക്രിസ്തുവിൻ്റെ കൂടെയാണെന്ന് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ധ്യാനിക്കുക. സ്നേഹമുള്ളവരെ, ചുറ്റുപാടുകൾ നമ്മൾക്ക് കുരിശുകൾ തന്നുവെന്ന് നാം ചിന്തിച്ചാൽ, ചുറ്റുപാടുകളാണ് എന്നെ കുരിശിലേക്ക് നയിച്ചതെന്ന് പറഞ്ഞാൽ വെറുപ്പും വൈരാഗ്യമായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുക.
നമുക്ക് ചുറ്റുപാടുകളാണ് എന്നെ ഇത്തരത്തിലാക്കിയത്, കുരിശിലേക്ക് നയിച്ചതെന്ന് പറഞ്ഞാൽ അവരോടൊക്കെ വെറുപ്പായിരിക്കും. ഇനി എൻ്റെ ജീവിതത്തിലെ പ്രവൃത്തികളാണ് എന്നെ കുരിശിലേക്ക് നയിച്ചതെന്ന് പറഞ്ഞാൽ അത് കുറ്റബോധത്തിലേക്ക് നയിക്കും. ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതലുള്ളത് ഈ രണ്ട് സ്വഭാവങ്ങളാണ്. ഒന്ന്, കുറ്റബോധത്തിന് അടിമപ്പെട്ട് കിടക്കുന്നു. സ്ട്രെസ്സ്, ഡിപ്രഷൻ, മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ എന്നെല്ലാം പറഞ്ഞ് കൗൺസിലിങ്ങിനായിട്ടും മറ്റ് കാര്യങ്ങൾക്കായിട്ടും ജനം പോകാൻ കാരണം അവനെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കുരിശിലേക്ക് അവൻ തന്നെ നോക്കി അവനെ തന്നെ കുരിശിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി മറ്റൊരു തരം, അവരെന്നെ ഉപദ്രവിച്ചു, ഇവരെന്നെ ഉപദ്രവിച്ചു, ഇവരാണെന്ന് പറഞ്ഞ് ചുറ്റുപാടുകളുടെ ബന്ധങ്ങളെല്ലാം വിടർത്തിക്കൊണ്ട് വെറുപ്പും വൈരാഗ്യത്തിലേക്ക് മാറുന്നു. ഇതാ ഈ രണ്ട് മനോഭാവങ്ങളും മാറ്റിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ കുരിശ്, അത് ക്രിസ്തുവിനെ പോലെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും കുരിശിൻ്റെ വഴി ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കുരിശിനെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നത് 12-14 തിരുവചനം. 12-ാം അധ്യായം വചനം പറയുന്നു, ശാരീരികമായി ബാഹ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് പരിച്ഛേദന കർമ്മത്തിന് നിങ്ങളെ നിർബന്ധിക്കുന്നത്. ക്രിസ്തുവിൻ്റെ കുരിശിനെ പ്രതി പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. സഹനങ്ങളും കുരിശിൻ്റെ വഴികളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഓടി നടക്കുന്നതാണ് ഇന്ന് നമ്മൾ കാണുന്ന ആധ്യാത്മികതയിൽ പലതും. സ്ഥാനം നഷ്ടപ്പെട്ടാൽ പരാതി, പേര് പറഞ്ഞില്ലെങ്കിൽ പരാതി, ഉയർച്ച നഷ്ടപ്പെട്ടു, തരം താഴ്ത്തി എന്നുള്ള പരാതികൾ, പ്രസംഗങ്ങളിൽ പോലും ധ്യാന ഗുരുക്കന്മാരിൽ പോലും അംഗീകാരം കിട്ടിയില്ലെങ്കിൽ, പണം കിട്ടിയില്ല എങ്കിൽ, അതല്ലെങ്കിൽ അർഹിക്കുന്ന രീതിയിൽ മാനിച്ചില്ല എങ്കിൽ, ഏതെല്ലാം തരത്തിലാണ് സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ചുറ്റുപാടുകൾ പരാതിയായിട്ട് തിരിയുന്നത്. പലരും ശുശ്രൂഷ പോലും ഇട്ടേച്ചു പോകുന്നു. ഇടവക ശുശ്രൂഷകളൊക്കെ പരിശോധിക്കുമ്പോൾ പലപ്പോഴും പറയും, ഞങ്ങളൊക്കെ ഒത്തിരി പള്ളിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, ദേവാലയത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു, ഇന്നാരും ഞങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല. എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ്, എല്ലാവരും പരിഹസിക്കുകയാണ്, എല്ലാവരും നിന്ദിക്കുകയാണ്. സ്നേഹമുള്ളവരെ, മറ്റുള്ളവരുടെ നിന്ദനങ്ങളും മറ്റുള്ളവരുടെ പുച്ഛങ്ങളുമെല്ലാം കുരിശിൻ്റെ വഴിയിലൂടെ സ്വീകരിക്കാൻ സാധിക്കുന്നവന് ആനന്ദമായിരിക്കും, അഭിമാനമായിരിക്കും, അഭിഷേകമായിരിക്കും. ദാവീദ് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഷിമയി തന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ, പരിഹസിച്ചപ്പോൾ, ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ടവൻ ശൗലിന് പകരം ദാവീദ് രാജാവായി, സ്വന്തം മകൻ നിന്നെ ഇതാ പുറത്തേക്ക് ആട്ടിയിറക്കിയെന്ന് പറഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞു സെരൂയ മക്കളോട്, ഷിമയി ശപിക്കട്ടെ, ഇവൻ്റെ ശാപം കണ്ട് കർത്താവ് എനിക്ക് നന്മ നൽകട്ടെ. എൻ്റെ ദൈവം അനുവദിക്കാതെ എൻ്റെ മേൽ ആർക്കും ആരോപണം നടത്തുവാനോ കുറ്റാരോപണം പറയുവാനോ സാധ്യമല്ല. എങ്കിൽ സ്നേഹമുള്ളവരെ, ഈ പീഡാനുഭവത്തിൻ്റെ ദിവസങ്ങളിൽ കുറ്റപ്പെടുത്തലുകൾ, തകർച്ചകൾ, ദാരിദ്ര്യത്തിൻ്റെ മേഖലകൾ, ആരോഗ്യത്തിൻ്റെ മേഖലകളൊക്കെ തളരുമ്പോൾ അത് കുരിശാണെന്നും ഇത് എന്തിൻ്റെയാണ്, എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ദൈവത്തെയോ ചുറ്റുപാടുകളെയോ കുറ്റപ്പെടുത്താതെ ക്രിസ്തുവിലേക്ക് നോക്കി ഈ പീഡാനുഭവത്തിൽ ഈ സഹനങ്ങൾ അനേകരുടെ വിശുദ്ധിക്കും അനേകരുടെ മഹത്വത്തിനും അനേക വിശുദ്ധരെ വാർത്തെടുക്കുവാനും സാധിക്കട്ടെ എന്ന് പറയാൻ സാധിക്കുമോ? ഒരിക്കൽ ഒരു രോഗിയായ മനുഷ്യനെ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു ചെന്നു. അദ്ദേഹം ഒരു നല്ല സുവിശേഷകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, സുവിശേഷ വേലയ്ക്ക് പോയാൽ അദ്ദേഹം ഒരിക്കലും ആരിൽ നിന്നും പണം കൈവശം വെക്കില്ല, ആരുടെ നിന്നും പണം സ്വീകരിക്കാറില്ല. സ്നേഹമുള്ളവരെ, ഈ വ്യക്തിയാണ് കാലങ്ങളായിട്ട് ബെഡഡായിട്ട് കിടക്കുന്നത്. പലരും ചോദിച്ചു, ഈ സുവിശേഷം പറയുന്നവരുടെ ഗതി ഇങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെ ആവാനുള്ള കാരണം? സത്യത്തിൽ യഥാർത്ഥ സുവിശേഷം അല്ലായിരുന്നോ, അതോ രഹസ്യമായിട്ട് പാപം ചെയ്യുമായിരുന്നു? സ്നേഹമുള്ളവരെ, ഞാനും കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? എൻ്റെ ഹൃദയത്തിലൊരു വചനം തെളിഞ്ഞു വന്നു, യെശയ്യാ 53:4. അവൻ നിന്ദിക്കപ്പെട്ടു, നമ്മുടെ പാപങ്ങളാണ് അവൻ ചുമന്നത്, അവൻ മർദ്ദനമേറ്റു, നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് അവൻ ഏറ്റെടുത്തത്. യേശു അവൻ്റെ കുരിശിലൂടെ നമ്മുടെ രക്ഷ ഏറ്റെടുത്തതുപോലെ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്ന വേദനകളും സങ്കടങ്ങളും തലമുറയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെക്കുവാനാണ് ഓരോ ക്രിസ്ത്യാനിയും വിളിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി മാത്രമാണ് നിനക്ക് സഹനം അനുവദിച്ചിരിക്കുന്നത്. നിനക്ക് കുരിശുണ്ടോ? ഒരു ഉയർപ്പുണ്ട്. ആ ഉയർപ്പിലൂടെ ആത്മാക്കളുടെ രക്ഷയുണ്ട്. ആ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മനുഷ്യൻ്റെ രോഗമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ ആ കുടുംബക്കാരോട് പറഞ്ഞു, മരിച്ചുപോയ വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ ബലി അർപ്പിക്കുക.
നിങ്ങളുടെ കുടുംബത്തിൽ മരിച്ചുപോയ പാപത്തിലുണ്ടാകും മരിച്ചവരുണ്ടാകും, കുമ്പസാരിക്കാതെ മരിച്ചവരുണ്ടാകും, പലതരത്തിൽ മരിച്ചവരുണ്ടാകും. അവർക്ക് വേണ്ടി ബലിയർപ്പിക്കുക, പ്രാർത്ഥിക്കുക. സ്നേഹമുള്ളവരെ, അങ്ങനെ പ്രാർത്ഥിച്ചു, ബലിയർപ്പിച്ചു, വിശുദ്ധ കുർബാനയിൽ പേരുകൾ കൊടുത്തു. സംഭവിച്ച വലിയ അത്ഭുതം, ആ വ്യക്തിയുടെ നല്ല ശാന്തമായൊരു മരണത്തിന് ഇടയായി തീർന്നു. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ കുരിശുകൾ അതൊന്നും വെറുതെ ഉള്ളതല്ല, അതൊന്നും നിന്ദിക്കാനുള്ളതല്ല. നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വാ, ഞാൻ നിന്നിൽ വിശ്വസിക്കാമെന്ന് പറയുന്നൊരു സമൂഹത്തിലാണ് നാമൊക്കെ ജീവിക്കുന്നത്. അത്ഭുതങ്ങളും അടയാളങ്ങളുടെയും ഘോഷപരമ്പര മാത്രം കണ്ടുകൊണ്ട് നടക്കുന്ന ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാനല്ല, പകരം സഹനത്തിൻ്റെയും ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെയും മുമ്പിൽ ക്രിസ്തുവിനെ പോലെ ഒരുപക്ഷെ തലകുനിച്ചുകൊണ്ടോ മുഖത്ത് തുപ്പലേറ്റുകൊണ്ടോ ഒരുപക്ഷെ ആരോടും പറയാതെ ദൈവപുത്രനായി നിന്നുകൊണ്ട് തന്നെ കുരിശിൽ നിന്നിറങ്ങാതെ ജീവിക്കുവാൻ നമുക്ക് ഈ ആഴ്ചകളിൽ സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 14-ാം തിരുവചനം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ എന്ന അപ്പോസ്തലൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. അപമാനങ്ങളും നിന്ദനങ്ങളും ദുഃഖങ്ങളും സഹനങ്ങളും, ഇതാണ് എൻ്റെ ക്രിസ്തുവിനെ പ്രതി എനിക്കുള്ള അഭിമാനം. പൗലോസ് അപ്പോസ്തലൻ വീണ്ടും പറയുന്നുണ്ടല്ലോ, എൻ്റെ ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിന് എവിടെയെങ്കിലും ഒരു കുറവ് വരുന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിൽ നികത്താൻ ഞാനത് ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ വീണ്ടും കുരിശിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ന് പലരും കുരിശിന് എതിരെ സംസാരിക്കുന്നവരാണ്, കുരിശിട്ടിട്ട് ഓടുന്നവരാണ്, കുരിശിനെതിരെ പറയുന്നവരാണ്, ശാപമായും പാപമായുമാണ് കുരിശിനെ കാണുന്നത്. ഇതാ ഉദരമാണ് അവരുടെ ദൈവം. കുരിശിനെതിരെ കണ്ണുനീരോടെ കുരിശിനെതിരെ സംസാരിക്കുന്നവരെ ഓർത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ സഹനങ്ങളും ദുഃഖങ്ങളും നിന്ദനങ്ങളും ചുറ്റുപാടുകളിൽ നിന്നേറ്റ് വെറുപ്പ് ഹൃദയത്തിൽ സ്വീകരിക്കാതെ, സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് അതൊരു അപകർഷതാബോധത്തിലേക്ക് തരം താഴ്ത്താതെ പിതാവിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് യേശുവിൻ്റെ പീഡാനുഭവത്തോട് ചേർത്ത് നമ്മുടെ സഹനങ്ങളും ചേർത്ത് ഒരു കുരിശിൻ്റെ വഴിയിൽ മഹത്വത്തിലേക്ക് വരുവാൻ ദൈവം സഹായിക്കട്ടെ, അതിനുവേണ്ടി ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ.